പ്രിയം നിറഞ്ഞ പഠിച്ച് പൈസ ഉണ്ടാക്കിയ കുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ, ബഹുമാനം നിറഞ്ഞ നേതാക്കളെ, സഹപ്രവർത്തകരെ, എനിക്ക് തൊട്ടു മുമ്പ് സൂചിപ്പിച്ച പോലെ രാവിലെ 9 മണി മുതൽ മാരത്തൺ പ്രഭാഷണങ്ങൾ കേട്ട് നല്ല അവസ്ഥയിലിരിക്കുന്ന കുട്ടികളോടാണ് ഇനിയും എനിക്ക് സംവദിക്കാനുള്ളത്. പക്ഷെ കുറച്ചു നേരം ഒന്നിവിടെ വരുമോ? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെ കുറിച്ചാണ്. ഈ രക്ഷിതാക്കൾ മുഴുവൻ ബ്ലർ ചെയ്ത് കളഞ്ഞു. എനിക്ക് കുഞ്ഞുങ്ങളെ മാത്രമേ ഇപ്പൊ കാണാൻ പറ്റുന്നുള്ളൂ. ചില രക്ഷിതാക്കളുടെ മുൻചോണ്ട് ഇത് കുട്ടീന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം, അതോ ഉമ്മാന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാണ്. 2025 നിങ്ങൾ പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിക്കുകയും ആ മാർക്ക് കൊണ്ട് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ KMCC നൽകാൻ പോകുന്ന ഒരു സ്കോളർഷിപ്പിനെ വരിക്കാനിരിക്കുകയും ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളോട്, നിങ്ങൾ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മികച്ച ഭാവിയെ കുറിച്ച് നല്ല ധാരണയുള്ള കുഞ്ഞുങ്ങൾ കൂടി ആയിരിക്കും എന്നൊരു ധാരണ ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ആയിരിക്കും എന്ന പ്രതീക്ഷ ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. നാളെ നിങ്ങൾ ആരായി തീരണം എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരമുള്ള കുട്ടികളായിരിക്കും എന്നുകൂടി ഞാൻ വിചാരിക്കുകയാണ്. ആ ചിരി എന്നെ നിരുത്സാഹപ്പെടുത്താനല്ല എന്നുകൂടി ഞാൻ വീണ്ടും വിചാരിക്കുകയാണ്. അഥവാ നിങ്ങൾ ഉള്ളില് നിങ്ങൾ ആരായി തീരും എന്നതിനെ കുറിച്ചൊരു ഉത്തരം ഉണ്ടാവും എന്ന് ഇപ്പൊ എല്ലാ കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സാധനം ഉണ്ട്. എന്തായി തീരണം എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നില്ലേ? ആ ഉത്തരം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചോട്ടോ. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. നമ്മൾ സംസാരിക്കുന്നത് 2025 ജൂലൈ മാസത്തിലാണ്. +2 കഴിയുകയും ഏകദേശം ഡിഗ്രി കഴിയുകയും ചെയ്ത കുട്ടികളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. +2 കഴിഞ്ഞൊരു കുട്ടിയെ മാത്രം എടുക്കാം. 2025 നിന്ന് ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കോഴ്സ് ചെയ്യുകയും അത് പൂർത്തിയാവുകയും നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. കുറച്ചും കൂടി സിമ്പിളായി പറഞ്ഞാൽ ഒരു 2030 എന്ന് പറയുന്ന വർഷത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ചൂടെ? വളരെ സിമ്പിളായിട്ട് ആലോചിച്ചൂടെ? 2030 നമ്മൾ എത്തി നിൽക്കുന്നത് 2030ലാണ്. ഈ 2030 നിങ്ങളെ കാണാൻ എങ്ങനെ ഇരിക്കും? വെറുതെ ആലോചിച്ച് ചില്ലായിരിക്കും. നിങ്ങളെ കാണാൻ വളരെ ഭംഗിയുള്ള നിങ്ങൾ തന്നെ, നിങ്ങളുടെ ഒരു നല്ല മുതിർന്ന വേർഷനായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ 2030 എന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവുന്ന ആലോചിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് നോക്കിയാൽ മതി. ChatGPTയിൽ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ ട്രെൻഡ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന ചോദ്യത്തിന് ChatGPT ഏറ്റവും മനോഹരമായ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ChatGPTന്റെ ഒരു സുഖം എന്താണെന്നറിയോ? ഇത് ഉമ്മമാരോടാ. നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ നഷ്ടപ്പെട്ടു പോയാലും കുഞ്ഞുങ്ങളോട് വേണമെങ്കിൽ, കുട്ടികളോട് വേണമെങ്കിൽ പറയാം, 25-ാം വയസ്സിൽ ഞാൻ സുന്ദരിയായിരുന്നു, നിങ്ങൾ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് 25 വയസ്സ് കുറച്ചിട്ടൊന്ന് തരാൻ പറഞ്ഞാൽ മതി. ChatGPT ഫോട്ടോ തരും. ഇപ്പൊ എൻ്റെ വീട്ടില് ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ആ കുട്ടി ഉണ്ടായ സമയത്ത് നമ്മൾ കുറെ കഷ്ടപ്പെട്ടു ന്യൂ ബോൺ ബേബി ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് ഫോട്ടോഗ്രാഫർ വരുന്നു അന്ന് ഈ കുട്ടി കരയും. അങ്ങനെ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു നല്ലൊരു ഫോട്ടോഷൂട്ടോ നല്ല ഫോട്ടോയോ കിട്ടിയിരുന്നില്ല ഇവക്ക്. കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഇവൾ കുറേ നല്ല രസമുള്ള ഫോട്ടോ കുട്ടീൻ്റെ ഇട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൾ എപ്പോഴാണ് ഷൂട്ട് എടുത്തത്? അനിയത്തിന്റെ കുഞ്ഞ ഷൂട്ട് എടുത്തിട്ടില്ല ശരിക്കും. ഫോട്ടോഗ്രാഫർ വന്നിട്ടുമില്ല, ഇവര് ഫോട്ടോ എടുത്തിട്ടുമില്ല. പക്ഷെ ബേബിന്റെ നല്ല ന്യൂ ബോൺ ഫോട്ടോസ് കിട്ടി. ChatGPTയിൽ കിട്ടിയതാന്നാ പറഞ്ഞ. ChatGPT മാത്രമല്ല, ഒരുപാട് AI ചാറ്റ് ബോക്സുകൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. പലരും പലതാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടയിൽ പൊതുവായി ഉപയോഗിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ChatGPTയെ പരാമർശിച്ചത്. ഗൂഗിളിന്റെ ജെമിനി ഉണ്ട്, അല്ലെങ്കിൽ DeepSeek പോലെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ എല്ലാം ഒരുപാട് AI ചാറ്റ് ബോക്സുകൾ ഇപ്പൊ നമ്മുടെയൊക്കെ ഫോണിൽ അവൈലബിൾ ആണ്. മെറ്റയുടെ അടക്കമുള്ള AI ചാറ്റ് ബോക്സ്. അപ്പൊ ഇതിൽ എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു സമയമാണ്. അത് ന്യൂ ബോൺ ബേബിന്റെ ഫോട്ടോ ആയിക്കോട്ടെ, 2030 നിങ്ങളുടെ ചിത്രമായിക്കോട്ടെ, ഈ ചിത്രത്തിലേക്ക് തന്നെ മടങ്ങി വരും. ഇപ്പൊ 2030 നിങ്ങളെ കാണാൻ എങ്ങനെ ഇരിക്കുന്ന ധാരണയുണ്ടോ? ഒരു ചിത്രം മനസ്സിൽ വെച്ചോ? ഒരു റെസ്പോൺസ്. ചിത്രം മനസ്സിൽ വെച്ചോ? വെച്ചു. ഇത് നിങ്ങളുടെ ചുറ്റിലുള്ള ലോകം എങ്ങനെ ഇരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഈ മണ്ണാർക്കാട് അങ്ങാടി എങ്ങനെ ഇരിക്കും? ഈ കൺവെൻഷൻ സെന്ററിന്റെ കോലം എന്തായിരിക്കും? നിങ്ങൾ ചെയ്യാൻ പോകുന്ന തൊഴിലിന്റെ സാഹചര്യം എന്തായിരിക്കും? നല്ലൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, നാട്ടുകാരൊക്കെ കുറെ പറഞ്ഞതാ ഇവളെ കൊണ്ടൊക്കെ ഡോക്ടർ ആവാൻ പറ്റും.
അത് ചാലഞ്ചായി ഏറ്റെടുത്തു. എൻട്രൻസ് പരീക്ഷ എഴുതി നല്ല റാങ്ക് വാങ്ങി നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. 2030 നിങ്ങൾ 2031 ആയിക്കോട്ടെ, വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു വർഷം കൂടി ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ തരാം. 2030 അല്ലെങ്കിൽ 31 നിങ്ങൾ ഏറ്റവും നല്ല ഡോക്ടറായി പുറത്തിറങ്ങി. ഈ നാട്ടുകാരുടെ മുന്നിൽ മണ്ണാർക്കാട് അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് എനിക്കൊന്ന് മെയിൻ ആവണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാലമാണെന്ന് ഓർക്കുക. വെറുതെ ചിന്തിച്ചാൽ മതി. അക്കാലത്ത് ഈ മണ്ണാർക്കാട് അങ്ങാടിയിൽ തന്നെ ഡോക്ടറെ തേടി വരേണ്ട ഒരു സാഹചര്യം നാട്ടുകാർക്ക് ഉണ്ടാവും എന്ന്. നമ്മൾ പറഞ്ഞ പോലെ ChatGPT 2025 ഇതുപോലൊരു സൗകര്യവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നെങ്കിൽ 2030 ഇവൻ എന്ത് മാറ്റമായിരിക്കും ഈ ലോകത്ത് കൊണ്ടുവരാൻ പോകുന്നതെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. 2030 ഡോക്ടർമാരുണ്ടാവാൻ പോകുന്ന മാറ്റം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന വേറെ ഏത് പ്രൊഫഷനിലും ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റത്തെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു. നിങ്ങളെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലുള്ള ലോകത്തെക്കുറിച്ച്, പ്രൊഫഷനെ കുറിച്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയെ കുറിച്ച് കൂടി 2030 വെച്ച് ചിന്തിക്കുക. 30, 32, 35 നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പെരിന്തൽമണ്ണക്കാരിയാണ്. പെരിന്തൽമണ്ണക്കടുത്ത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറാണ്. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ മേലാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് മേലാറ്റൂർ. മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫാർമസിന്റെ ഉദ്ഘാടനത്തിന് പോയി ഞാൻ. ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന് കൊടുക്കുന്ന സ്ഥാപനം. മരുന്ന് കൊടുക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോയി. അപ്പം ആ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു ചെറിയ നല്ല രസമുള്ള മെഡിക്കൽ ഷോപ്പാണ്. പഴയ മെഡിക്കൽ ഷോപ്പിന്റെ കോൺസെപ്റ്റുകളൊക്കെ വിട്ടുകൊണ്ട് ഏറ്റവും ബാക്കിൽ കുറെ മരുന്നുകളുണ്ട്. മുന്നിൽ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് കുറെ കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. ക്രീമുകൾ, ഓയിലുകൾ പോലെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് മരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിനിക്കും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, എന്നാ പിന്നെ ക്ലിനിക്കും കൂടി വിസിറ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ ക്ലിനിക്ക് കാണാനൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ക്ലിനിക്കിൽ? ക്ലിനിക്ക് ഉണ്ട്, ലാബ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ലാബും ക്ലിനിക്കും എവിടെയാണ്? അയാളെ ചൂണ്ടിക്കാണിച്ചു. പുറത്ത് 2 ചങ്ങായിമാർ ഒരു ഷീറ്റിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. ആ 2 ചങ്ങായിമാരെ ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ലാബും ഇതാണ് ഞങ്ങളുടെ ക്ലിനിക്കും. ഇവരെന്താ നമ്മൾ പൊട്ടം കളിപ്പിക്കുക എന്നൊരു തോന്നൽ നമുക്ക് ആദ്യം ഉണ്ടാവും. പക്ഷേ ആ 2 മനുഷ്യരുടെയും കയ്യിൽ 2 സ്യൂട്ട് കേസ്, പെട്ടി ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ പെട്ടിയൊക്കെ അല്ലേ, ഒരു അത്യാവശ്യം ലാപ്ടോപ്പ് ബാഗിനേക്കാളും കുറച്ചുകൂടി വീതിയുള്ള ഒരു പെട്ടി, സ്യൂട്ട് കേസ് എന്ന് പറയാം. ഇതുപോലൊരു പെട്ടിയുണ്ട്. എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇയാൾ പെട്ടി തുറന്നു. ഈ പെട്ടി തുറന്നിട്ട് അവർ പറഞ്ഞു ഏകദേശം 30-ലധികം ടെസ്റ്റുകൾ ആ ലാബിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇൻസ്റ്റന്റ് ആയിക്കൊണ്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അവിടെ ഇരുന്നു. അവരെനിക്ക് ടെസ്റ്റ് എടുത്തു തന്നു. എൻ്റെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്തു. ECG വരെ ചെക്ക് ചെയ്തു. എനിക്ക് ഒറ്റ കാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ആ ഇരിക്കുന്ന ചങ്ങായിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റൂൾ ഇട്ട് അവിടെ ഇരുന്ന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അയാൾ എൻ്റെ ബ്ലഡ് എടുത്തു. ഈ 3-4 ടെസ്റ്റുകൾ ഒരു സമയം കൊണ്ട് തന്നെ ചെയ്തു. 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ റിസൾട്ടും തന്നു. ഈ 5 മിനിറ്റ് കൊണ്ട് റിസൾട്ട് തന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇനി വേണമെങ്കിൽ ഇതിൽ മാത്രമൊന്നും അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു തൈറോയിഡ് പോലെയുള്ള വലിയ അതിലും വലിയ ഏതൊക്കെയോ ടെസ്റ്റുകളൊക്കെ അവർക്ക് ഈ ഒരു പെട്ടിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം. അപ്പം നമ്മൾ വീണ്ടും ആലോചിക്കും, ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യണമല്ലോ. ഡോക്ടർ ടെക് ഇതാ ഇപ്പൊ വരും. എവിടുന്ന് വരും? പണ്ട് ഈ മറ്റേ മാന്ത്രിക വടി വീശിയ പോലെ എന്ന് പറഞ്ഞ കണക്ക് ഒരു ക്ലിക്കില് ഈ പെട്ടീൻ്റെ ഒരു പോലെ ഞാൻ പറഞ്ഞത്, ഈ പെട്ടി ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവരുടെ ടെസ്റ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. ഇപ്പുറത്തൊരു സ്ക്രീന് മാത്രമാണ് ഉള്ളത്. ആ സ്ക്രീനിനകത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഡോക്ടറെ കണക്ട് ചെയ്തു. ഡോക്ടർ എന്നെ കണ്ടു. എൻ്റെ ലാബ് ടെസ്റ്റുകളൊക്കെ അയാൾക്ക് ആ നിമിഷം തന്നെ മെയിൽ വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ മെയിൽ വഴി എൻ്റെ ലാബ് റിസൾട്ട് നോക്കി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ ഓക്കെയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ ഓക്കെയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ ഓക്കെയാണ്, ഓക്കെ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഡെയിലി സാധനങ്ങൾ ചെയ്യേണ്ടത് ഈ സാധനമാണ്. ഏത് ആര് പറഞ്ഞു? എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് ഭയങ്കര രസമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. നോക്കൂ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു ലബോറട്ടറിയിൽ ചെന്നാൽ ഒരു 4 നടത്തം നടത്തിച്ച് ഇന്ന് റിസൾട്ട് കിട്ടൂല, നാളെ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് 2ാമത്തെ ദിവസം വീണ്ടും നടത്തിച്ച് അതും കഴിഞ്ഞ് ആ റിസൾട്ടും കൊണ്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി അയാളെ കൺസൾട്ട് ചെയ്ത് അയാളുടെ അടുത്ത് നിന്ന് കിട്ടേണ്ടുന്ന പ്രിസ്ക്രിപ്ഷനുകളും മരുന്നുകളും അടക്കമുള്ള എല്ലാ പരിപാടിയും 5 മിനിറ്റിൽ തീർന്നു. 5 മിനിറ്റിൽ തീർന്നു എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ എൻ്റെ ഡോക്ടർ അവിടെ ഇല്ല, എനിക്ക് കാണാൻ ഒരു ലാബ് അവിടെ ഇല്ല, ഒരു മുറി പോലും ഇല്ല. എല്ലാം ഉള്ളത് എവിടെയാണെന്നറിയോ? ഈ ഒരു കുഞ്ഞു പെട്ടീൻ്റെ ഉള്ളിൽ. ലാബുണ്ട്, ഡോക്ടറുണ്ട്, ഹോസ്പിറ്റലുണ്ട്, മരുന്നുകൾ വാങ്ങാനുള്ള പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്, മരുന്നുകൾക്കുള്ള ഓർഡറും പോകുന്നുണ്ട്. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മരുന്നുകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുന്ന സിസ്റ്റം വരെയുണ്ട്. ഞാൻ സംസാരിക്കുന്നത്
ലോകത്തെവിടെയോ നടന്ന വലിയ മാറ്റത്തെക്കുറിച്ചല്ല, നമ്മളെ മേലാറ്റൂർ അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള ഒരു ഫാർമസിയെ കുറിച്ച് മാത്രമാണ്. അതും ഏത് കാലത്ത്? ഞാനും നിങ്ങളും നിലനിൽക്കുന്ന ഈ കാലത്തെ ഒരു ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ മാറ്റത്തെക്കുറിച്ച്. ഈ മാറ്റത്തിൽ നിന്നാണ് നമ്മൾ 2030 നടക്കുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ച് കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രൊഫഷന് 2030 വല്ല വില ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ് മേഖലയിലുള്ള ഏതെങ്കിലും ഒരു തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കാളും എളുപ്പത്തിൽ ഈ സാധനം ഡ്രാഫ്റ്റ് ചെയ്തിരുന്ന, ഈ സാധനം കണക്ക് കൂട്ടി തരുന്ന, ലയബിലിറ്റീസും അസറ്റും ടപ്പ് എന്ന് പറഞ്ഞ റിസൾട്ട് മുന്നിൽ വെച്ച് തരുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റ് ഈ മുതലാളിക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മാസാമാസം വലിയ ശമ്പളവും തന്നിട്ട് നിങ്ങളെ പണിക്കിരുത്തേണ്ട ഒരു സാഹചര്യം ആ മുതലാളിക്ക് ഉണ്ടാവുമോ? നിങ്ങളൊരു നല്ല ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ആവാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട് വെക്കണമെങ്കിൽ, സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ, ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കണമെങ്കിൽ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും അതെ, നമ്മൾ ഏതെങ്കിലും ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു 3D പ്ലാൻ ഉണ്ടാക്കും. ഈ 3D പ്ലാനിന് നമ്മൾ അവരുടെ ചാർജ് അനുസരിച്ച് 40,000 മുതൽ 1,00,000 രൂപ വരെ കൊടുക്കേണ്ടുന്ന രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ആർക്കിടെക്റ്റുമാർ അല്ലെങ്കിൽ 3D പ്ലാനിന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3D പ്ലാൻ ഉണ്ടാക്കാൻ പക്ഷെ ഇതേ സമയത്ത്, ഇപ്പം ഞാൻ 1,00,000 കൊടുത്ത് ഒരു ആർക്കിടെക്റ്റിനെ വാങ്ങുന്ന ഇതേ സമയത്ത് എനിക്ക് എൻ്റെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, ചില പെയ്ഡ് ആപ്പുകൾ ഉപയോഗിച്ച് വളരെ സൗജന്യമായി കൊണ്ട് ഈ സാധനം വരക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം പറ്റുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ റൂം ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വളരെ ഫ്രീ ആയിട്ടുള്ളൊരു വെബ്സൈറ്റിൽ എൻ്റെ റൂം ഫോട്ടോ എടുത്തിട്ട് ആ റൂമിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, പലരും ചെയ്തു നോക്കുന്ന പരിപാടിയായിരിക്കും. ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ എന്ത് ഭംഗിയാക്കിയിട്ടാണ് എൻ്റെ റൂമിനെ ഈ ആപ്ലിക്കേഷൻ മാറ്റി തന്നത് എന്നറിയോ, ഈ വെബ്സൈറ്റ് മാറ്റി തന്നത് എന്നറിയോ. പേര് പറയാത്തത് അതിൻ്റെ ഒരു പ്രൊമോഷൻ ആവണ്ടെന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഇവിടെ വന്ന് അതിന് പ്രൊമോഷൻ കൊടുത്തോണ്ട് അതിന് ഭയങ്കര ലാഭങ്ങളുടെ കോടികളുടെ കച്ചവടം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ചെയ്തു നോക്കാൻ, ഒരു വികൃതിക്കെങ്കിലും ചെയ്തു നോക്കാൻ സാധിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പൊ ഇനി 2030 ഇനിയുള്ള കാലത്ത് അപ്പം 3D പ്ലാൻ വരക്കാൻ പിന്നെ ഒരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ ഹയർ ചെയ്യേണ്ട സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ ലോകം മാറിപ്പോവുമെങ്കിലും തോന്നലാണ്. ഞാൻ ചോദിച്ചിട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് എൻ്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അവസാനിപ്പിക്കുന്നത്. 2030 ഒരു ആർക്കിടെക്റ്റിനെ ഈ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? 2030 ഒരു ഡോക്ടറെയോ ഒരു ലോയറെയോ ഒരു അക്കൗണ്ടന്റിനെയോ ഈ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? 2030 നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന തൊഴിലിന് അനുസൃതമായി കൊണ്ടായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ലോകം മുന്നോട്ട് പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ടെക്നോളജിക്ക് എത്രയും പെട്ടെന്ന് വളരാൻ സാധിക്കും. ഞങ്ങൾ 90s ജനിച്ച മനുഷ്യന്മാരാണ്. ഈ 90s കിഡ്സ് എന്നൊക്കെ ഞങ്ങൾ പറയുകയും 90s അമ്മാവന്മാർ എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്ന ആ ജനറേഷൻ. നമ്മുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കഥ പറയാം. എന്നെക്കാളും നല്ല കഥ പറയാൻ പറ്റുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം നേരത്തെ നമ്മളെ മുനിസിപ്പൽ ചെയർമാൻ സംസാരിച്ചപ്പോൾ നമ്മളിങ്ങനെ കുറേ പഴയ സാധനങ്ങൾ ആലോചിച്ചു പോയി. ഈ നാട്ടിലൊരു കല്യാണം ഉണ്ടാവണമെങ്കിൽ ഗൾഫിൽ നിന്ന് ഓലെ ഡേറ്റ് എന്നാണോ കിട്ടുന്നത്, അവിടെ നിന്ന് എന്നാണോ പണം വരുന്നത്, അതനുസരിച്ച് തീയതി കുറിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടുന്ന് മാറി നമ്മളിതാ ഈ കാലത്തേക്ക് എത്തി. പക്ഷെ നമ്മുടെ ഒരു വളർച്ച, ഇപ്പം ഞങ്ങളുടെ തന്നെ ഒരു വളർച്ച നമുക്കറിയാം. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മൾ മൊബൈൽ ഫോൺ കാണാൻ തുടങ്ങിയത്, വളരെ സാർവത്രികമായി മൊബൈൽ ഫോൺ കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്? അതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയത് എപ്പോഴാണ്? ആ ഇൻ്റർനെറ്റ് ഒരു മാസം 100 MB അല്ലെങ്കിൽ 1 GB ഒക്കെ വെച്ചിട്ട് 14 രൂപക്ക് റീചാർജ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു സമയം. അത് കഴിഞ്ഞ് ഇതാ ഇപ്പം അൺലിമിറ്റഡ് ആയിക്കൊണ്ട് ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്താൽ മാത്രം മനുഷ്യന് സമാധാനം ഉണ്ടാവുന്നൊരു സമയം. എന്നതിലേക്കൊക്കെ ടെക്നോളജി മാറിപ്പോയത് വളരെ കുറച്ച് കാലം കൊണ്ടാണ്. നമുക്ക് ഭയങ്കര പ്രായമായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ കൺമുന്നിൽ ടെക്നോളജി എന്ത് പെട്ടെന്നാണ് മാറിയത് എന്നറിയോ? ഇനിയുള്ള കാലത്ത് അത് എന്തൊക്കെ തരത്തിൽ മാറാം? ഈ അടുത്ത് ഞാൻ ജർമ്മനിയിൽ മ്യൂണിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. മ്യൂണിക്കിൽ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു ടെക്നിക്കൽ ഇന്നോവേഷൻസിൻ്റെ ഒക്കെ ഒരു മ്യൂസിയം. കുറേ റോബോട്ടുകൾ, ഈ റോബോട്ടുകൾ ഉണ്ടായി വന്ന സാധനങ്ങൾ, ഇതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ പോലും അല്ല റോബോട്ടുകൾ.
ഒരു പെറ്റിനെ കണ്ടു. ഒരു പൂച്ചക്കുട്ടി. അതിങ്ങനെ ടെക്നോളജി എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ശരിക്കും ആ ഒരു മ്യൂസിയം ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. എന്തിനാണ് ടെക്നോളജി ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എളുപ്പമാക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ സെൻസിൽ എളുപ്പമാക്കാൻ പറ്റും ആ സെൻസിലൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു പെറ്റിനെ കാണാം. ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടി, നല്ല തൂവലുകളൊക്കെ ഉള്ള, നന്നായിട്ട് അനങ്ങുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകർക്ക് വേണ്ടി ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചടങ്ങിന്റെ ഉദ്ഘാടകൻ കൂടിയായ തങ്ങൾക്ക് വേണ്ടി ഏറ്റവും പെട്ടെന്ന് തന്നെ വഴിമാറി കൊടുക്കാം എന്ന് ഞാൻ പറയുകയാണ്. അതിന് മുമ്പ് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. ഒരു പെറ്റിനെ കണ്ടു കേട്ടോ, ഒരു നല്ല രസമുള്ള ഒരു പൂച്ചക്കുട്ടീനെ കണ്ടു. ആ പൂച്ചക്കുട്ടീനെ കണ്ട ഭയങ്കര ക്യൂട്ടാണ്. എനിക്കൊക്കെ പൂച്ചക്കുട്ടീനെ കണ്ടാൽ അപ്പുറത്ത് കൂടി ഓടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ അമ്മക്ക് പോലും കയ്യിലെടുത്ത് കൊഞ്ചിക്കാൻ തോന്നുന്ന വളരെ രസമുള്ള ഒരു പൂച്ചക്കുട്ടി. ഈ പൂച്ചക്കുട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവനുള്ളൊരു പൂച്ചക്കുട്ടിയല്ല. ഈ പൂച്ചക്കുട്ടി അപ്പിയിടൂല, അതിന് ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യമില്ല. പോറ്റാൻ വളരെ എളുപ്പമാണ്. ഇടയ്ക്ക് ചാർജ് കഴിയുമ്പോൾ മൂട്ടിലൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി, അത് ചാർജ് ആയിക്കോളും, പിന്നെ നന്നായി പ്രവർത്തിച്ചോളും. ഇങ്ങനെ ഒരു പെറ്റാണ് ഈ പൂച്ചക്കുട്ടി. ഈ പൂച്ചക്കുട്ടി ഒരു റോബോട്ടാണ്. ഈ പൂച്ചക്കുട്ടിനെ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇന്റൻഷൻ പറയുന്നുണ്ട്. വയസ്സായ അല്ലെങ്കിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യന്മാർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെറ്റിനെ ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ചതുര വടിവുള്ള ഭയങ്കര ഒച്ചയുള്ള റോബോട്ടുകളിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ രസമുള്ള പെറ്റ് പോലെയുള്ള റോബോട്ടുകൾ, വയസ്സായി കിടക്കുന്ന രോഗികളെ അല്ലെങ്കിൽ അവശനിലയിൽ കിടക്കുന്ന രോഗികൾക്ക് കൃത്യമായ സമയത്ത് മരുന്ന് കൊടുക്കാനും അവരോട് സംസാരിക്കാനും വേണ്ടിയുള്ള ചില റോബോട്ടുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ വ്യാപകമായി കഴിഞ്ഞ നമ്മുടെ വീടൊക്കെ അടിച്ചു വാരി തൂക്കുന്ന നമ്മുടെ ചെറിയൊരു വട്ടത്തിലുള്ള കുഞ്ഞൻ റോബോട്ടില്ലേ, ഒരു സ്ഥലത്ത് നമ്മൾ ചാർജ് ചെയ്ത് വെച്ച് നമ്മൾ ഈ വീടിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു കൊടുത്താൽ എല്ലാ ദിവസവും ആ സമയത്ത് എഴുന്നേറ്റ് അവിടെ നിന്ന് അടിച്ചു വാരുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുഞ്ഞൻ വട്ടം റോബോട്ട്. ഇതുപോലെയുള്ള പല റോബോട്ടുകളും, ഇങ്ങനെയുള്ള എല്ലാ റോബോട്ടുകളെയും പോർട്രേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വെച്ചുകൊണ്ട് അവസാനം അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിന് ഇത്ര വലിയ റോബോട്ടുകളെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ഇട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ ചിത്രവും അവർ അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണ് എന്നതിന് അവർക്ക് കൃത്യമായൊരു ഉത്തരമുണ്ട്. അത് ലോകത്ത് ഒരുപാട് റോബോട്ടുകളുണ്ട്, നമുക്കിനി ഒന്നും ചെയ്യണ്ട, നമുക്ക് കാലം വിടർത്തി കിടന്നാൽ മതി എന്നൊരു മെസ്സേജ് അല്ല തരുന്നത്. പകരം ലോകത്ത് ഒരുപാട് റോബോട്ടുകളുണ്ട്, ഇതിലും വലിയ റോബോട്ടിനെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും, പക്ഷേ ധാർമ്മികമായി നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ റോബോട്ടിക് മ്യൂസിയം നമ്മുടെ ഉള്ളിൽ അവസാനം തരുന്നൊരു സാധനം. ഇനിയുള്ളൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ കാലത്തുണ്ടാവുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷനെ കുറിച്ച് ചിന്തിക്കുകയും അവിടെ ഉണ്ടാവാൻ പോകുന്ന ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഇവിടെയുള്ള എല്ലാ പ്രൊഫഷനെയും റീപ്ലേസ് ചെയ്ത് കളയും എന്ന് പറയുന്ന ഒരു ബേജാറ് അല്ലെങ്കിൽ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലേക്ക് തരണം എന്നേ അല്ല എൻ്റെ ഉദ്ദേശം, ഒരിക്കലുമല്ല. ലോകം ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണാവുന്ന കാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കലണ്ടർ പ്രകാരമെങ്കിലും ഈ ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു കാലത്ത് 2025 കൊല്ലായി. ഈ ഒരു കൊല്ലത്തിനിടക്ക് മാത്രം നമ്മൾ നോക്കിയാലും ഈ കണ്ട എല്ലാ പണികളും ഈ കണ്ട എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തും ഡോക്ടർമാരുണ്ടായിട്ടുണ്ട്, അക്കാലത്തും വക്കീലന്മാരുണ്ടായിട്ടുണ്ട്, ന്യായാധിപന്മാരുണ്ടായിട്ടുണ്ട്. 2025 എന്ന് പറയുന്ന ഈ 2000 കൊല്ലങ്ങൾക്ക് ഇപ്പുറവും ആ തൊഴിലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു 10 കൊല്ലം മുൻപ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഡോക്ടറും അല്ലെങ്കിൽ ഒരു 30 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഡോക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെ നാട്ടിലൊരു വൈദ്യൻ മതിയായിരുന്നു. നമ്മളെ വീട്ടിൽ ആർക്ക് കയ്യോ കാലോ ഒടിഞ്ഞാലും ചെന്നൊന്ന് തൈലം തേച്ച് കെട്ടിത്തരാൻ ഒരൊറ്റ വൈദ്യൻ മതിയായിരുന്നു. ഈ കാലത്താണെങ്കിൽ നമ്മളൊരു കൈയൊഴിഞ്ഞ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ ആദ്യം കാഷ്വാലിറ്റിയിലേക്ക് പോവുകയും പിന്നീട് ഒരു ജനറൽ ഡോക്ടറെ കാണുകയും പിന്നെ സ്പെഷ്യലിസ്റ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ആ സ്പെഷ്യലിസ്റ്റ് പിന്നീട് സർജറിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ഏറ്റവും ഒടുവിൽ സർജറി കഴിഞ്ഞിറങ്ങുകയും ചെയ്യുമ്പോൾ മിനിമം 4 ഡോക്ടർമാരെങ്കിലും കാണേണ്ട സാഹചര്യത്തിലേക്കാണ് ലോകം വളർന്നത്. അഥവാ നാട്ടിൽ ഒരു വൈദ്യൻ എന്ന നിലയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോ തീർച്ചയായും.
നമുക്ക് വീണ്ടും തുടരാം. ബഹുമാനപ്പെട്ട റഷീദ് അലി തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിരക്കുകളിലേറിയ ഷെഡ്യൂളിനിടയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ വാക്കുകളിലേക്ക് സദസ്സ് പോവുകയും അതിനുശേഷം നമുക്ക് തുടരുകയും ചെയ്യാമെന്ന് മാത്രം പറയുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മൾ ബഹുമാന്യനായ റഷീദ് അലി തങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. ബഹുമാനനായ അധ്യക്ഷൻ ഹബീബുള്ള പട്ടാമ്പി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള CMA കരീം സാഹിബ്, വേദിയിൽ മരക്കാർ മാരായമംഗലം, കുഞ്ഞുമാൻ കാക്കിയ, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ അടക്കമുള്ള ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥികൾ, നാം ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളതിനെ ജിദ്ദ പാലക്കാട് ജില്ല KMCCയുടെ ആഭിമുഖ്യത്തിൽ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ജിദ്ദ പാലക്കാട് ജില്ല KMCC നൽകുന്ന സ്കോളർഷിപ്പ് വിതരണമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവർക്ക് വീണ്ടും അതിന് വേണ്ടത് പ്രോത്സാഹനം നൽകി നല്ല രീതിയിൽ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് അതൊക്കെ ഉന്നത വിജയം ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. KMCCയെ കുറിച്ച് പറയുകയാണെങ്കിൽ KMCC എല്ലാ രംഗത്തും, ജീവകാരുണ്യ രംഗത്ത് നിരവധി തരത്തിലുള്ള വ്യത്യസ്ത രീതികളിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള സ്കോളർഷിപ്പ് തന്നത്. CH മുഹമ്മദ് കോയ സാഹിബിനെയൊക്കെ അറിയില്ലെങ്കിൽ എല്ലാവരും പഠിക്കണം. CH മുഹമ്മദ് സാഹിബ് എന്തായിരുന്നു? മുഹമ്മദ് കോയ സാഹിബിൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളൊക്കെ പഠിച്ച് ഇത്ര ഉന്നത രീതിയിൽ പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് നേടിത്തന്നത്. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഹരിത പതാക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നാമധേയം അല്ലെങ്കിൽ ആ പേരിലായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും CH മുഹമ്മദ് കോയ സാഹിബും KMCCയും ഒക്കെ ഒരു കുടക്ക് കീഴിലുള്ള ഒരു സംഘടനയാണ്. അതിനൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. എല്ലാവരും ഓർമ്മയിലുണ്ടാവണം അതൊക്കെ. അപ്പോൾ പഠിക്കുന്ന നിങ്ങളൊക്കെ പഠിച്ച് വരുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ ചരിത്രം പഠിക്കണം. അതിനെക്കുറിച്ചൊക്കെ എന്താണ്, എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് എല്ലാ രീതിയിലും നിങ്ങൾക്കൊക്കെ ഇനിയും ഉന്നത രീതിയിലുള്ള പഠനം നടത്തി മുന്നോട്ട് പോകാൻ സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വൈകിയ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ നജിബ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കോഴ്സുകൾ ധാരാളമുണ്ട്. ആ കോഴ്സുകൾ തന്നെ ഓരോ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ, അതിന് സെപ്പറേറ്റ്. ഡോക്ടറാണെങ്കിൽ ഡോക്ടർക്ക് പല രീതിയിലുള്ള MBBS മാത്രം എടുത്ത് കാര്യമില്ല. MBBS വേണം, MD വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേറെത്തുണ്ട്. അത് എല്ലാ രംഗത്തുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് ആണെങ്കിലും അതുണ്ട്. അതല്ലെങ്കിൽ ഏത് രംഗത്തുള്ള കോഴ്സ് എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് രീതിയിലുള്ള സംവിധാനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും കഴിവുള്ള ആളുകൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ പോലെയുള്ള രംഗങ്ങൾ പഠിക്കുമ്പോൾ ഇന്ന് പഠിക്കുന്ന ഏത് കുട്ടി ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും AI കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ രംഗത്തും ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. അതുകൂടി അതിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത് പഠിക്കൽ നിർബന്ധമാണ്. ഓരോ കാലത്തിനനുസൃതമായുള്ള അപ്ഡേഷൻ നാം എല്ലാവരും വരുത്തി റിസർച്ച് R&D ഇതിൻ്റെ ഭാഗമായിട്ട് R&D കൂടി നടത്തണം. ഈ R&Dൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പഠിച്ച് നിർത്താൻ കഴിയില്ല. പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ചും പഠിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ റിസർച്ച് നടത്താനുള്ള സന്മനസ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കൂടെ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ വിജയം നേടാൻ സാധ്യമാവുകയുള്ളൂ. നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് വൈകിയവളി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ച് ഇവിടെ നിർവഹിച്ചാൽ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനബോധത്തോടുകൂടി പ്രിയപ്പെട്ട തങ്ങൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. തങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് 1-2 മൊമെന്റോസ് മാത്രം തങ്ങൾ ഇവിടെ വേദിയിൽ വെച്ച് നൽകുകയാണ്. പാലക്കാട് ജിദ്ദ KMCCയുടെ ഫൗണ്ടർ
ഈ KMCC എന്ന് പറയുന്ന 4 അക്ഷരത്തിന് ഈ മണ്ണിൽ ജനനം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് KT കുഞ്ഞു മുഹമ്മദ് സാഹിബിനുള്ള മൊമന്റോ നൽകുന്നതിന് പ്രിയപ്പെട്ട തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുഞ്ഞു മുഹമ്മദ് സാഹിബിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ഡിഗ്രിയിൽ ഉന്നത വിജയം നേടിയ ഒരു വിദ്യാർത്ഥിക്ക് പ്രിയപ്പെട്ട തങ്ങൾ മൊമെന്റ് നൽകുകയാണ്. ഡിഗ്രിയിൽ ഉന്നത വിജയം നേടിയ നവാസ് PT എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരണം. നവാസ് PT. അതുപോലെ +2 ഉന്നത വിജയം നേടിയ ഷാദിയ M എന്നിവർ എത്രയും പെട്ടെന്ന് വേദിയിൽ നിന്ന് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് KMCCയുടെ ഈ മൊമെന്റോ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ഷാദിയ M. അടുത്തതായി ജിദ്ദ മണ്ണാർക്കാട് മണ്ഡലം KMCC 15 വർഷമായി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും കഞ്ഞി വിതരണം ചെയ്യുന്നു. അതിലേക്ക് ഈ വർഷത്തേക്കുള്ള ഫണ്ട് നൽകുന്നതിന് വേണ്ടി മണ്ണാർക്കാട് മണ്ഡലം KMCC പ്രവർത്തകരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മണ്ണാർക്കാട് മണ്ഡലം KMCC പ്രവർത്തകർ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. 15 വർഷമായി ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും കഞ്ഞി വിതരണം ചെയ്യുന്നു. അതിലേക്ക് ഈ വർഷത്തേക്കുള്ള ഫണ്ട് പ്രിയപ്പെട്ട തങ്ങളുടെ അടുക്ക് മണ്ണാർക്കാട് മണ്ഡലം ജിദ്ദ KMCC. അടുത്തതായി ജിദ്ദ മണ്ണാർക്കാട് മണ്ഡലം KMCCയുടെ CH സെന്ററിലേക്കുള്ള 2,00,000 രൂപയുടെ ഈ വർഷത്തേക്കുള്ള ഫണ്ട് പ്രിയപ്പെട്ട അസീസ് കോട്ടവാട് ഉൾപ്പെടെയുള്ള നേതാക്കൾ ജിദ്ദ KMCCയുടെ നേതാക്കന്മാർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. നജ്മ തബ്ഷീറ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. അധിക സമയമൊന്നുമില്ല. നമ്മൾ ഭക്ഷണത്തോടു കൂടി അവസാനിപ്പിക്കുകയും ചെയ്യും. നജ്മ തബ്ഷീറയുടെ ക്ലാസ് കഴിഞ്ഞാൽ മെമൻറ്റോ അതുപോലെ തന്നെ ക്യാഷ് അവാർഡും കൊടുത്തതിന് ശേഷം ഭക്ഷണത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഹലോ നജ്മ തബ്ഷീറ തുടരും. വരും. നമ്മൾ പറഞ്ഞു വന്നതേ ഇനിയുള്ള കാലത്ത് ഒരു മാറ്റമുണ്ടാവും എന്നത് ഉറപ്പാണ്. ആ മാറ്റത്തിനു വേണ്ടി നമ്മൾ എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്നതിലാണ് നമ്മുടെ അതിജീവനത്തിന്റെ സാധ്യത നിർണയിക്കപ്പെടുന്നത്. അതിജീവനം എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. ഇനിയുള്ള കാലത്ത് ആ ടെക്നോളജിയെ അല്ലെങ്കിൽ ആ മാറ്റത്തെ ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ ആ മാറ്റത്തോടൊപ്പം അല്ലെങ്കിൽ അതിന് മുന്നേ എത്രത്തോളം നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റും എന്നുള്ളതാണ് അടുത്ത കാലത്തിന് നിങ്ങളുടെ അതിജീവനത്തിന്റെ യോഗ്യത നിർണ്ണയിക്കുന്ന ആ ഘടകം. ആ ഘടകത്തിലേക്ക് നമുക്ക് എത്താവാനാവണം. ഞാൻ പറഞ്ഞ പോയിന്റ് അവസാനിപ്പിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ കാലത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതോടുകൂടെ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ തൊഴിൽ സാധ്യതകളും വാനിഷായി ഇല്ലാതായി പോവുകയും ചെയ്യുക എന്നതല്ല തീർച്ചയായും അടുത്ത കാലത്തോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കാലത്തോ ഉണ്ടാവാൻ പോകുന്നത് എന്നത് കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എല്ലാ കാലത്തും ഇക്കണ്ട എല്ലാ തൊഴിലിനും സാധ്യതകൾ ഉണ്ടാകും. പക്ഷെ ആ സാധ്യതകൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു വൈദ്യനായിക്കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യം എനിക്കറിയാമെന്ന് പറഞ്ഞ് നിങ്ങളൊരു ക്ലിനിക്ക് ഇട്ടത് കൊണ്ട് ഈ കാലത്ത് നിങ്ങൾക്ക് ആളെ കിട്ടില്ല. ഈ കാലത്ത് അതിന് അനുസൃതമായ യോഗ്യതയുണ്ട് എന്ന് നിങ്ങൾ ആ യോഗ്യത നേടിയെടുക്കുകയും
ആ യോഗ്യതയിൽ കവിഞ്ഞ് ഒരു അധിക യോഗ്യത നേടിയെടുക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അടുത്ത കാലത്തിലും അതേ തിയറി തന്നെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി യോഗ്യത നേടിയെടുക്കാം. അതിനുള്ള വഴി നിങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കുള്ള വഴിയാണ്. നിങ്ങളുടെ സ്കോളർഷിപ്പ് തുക ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതാണ്. നിങ്ങൾ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനി ഏതാണോ അതാണ്. ഈ അധിക യോഗ്യത എന്താണെന്നുള്ളതല്ലേ, അതാണ് മരുന്ന്. രസമായിട്ട് അതിജീവിക്കാൻ നമ്മളെ കയ്യിലുണ്ടാവേണ്ട മരുന്ന് ഈ അധിക യോഗ്യതയാണ്. ആ അധിക യോഗ്യതയെ ഏറ്റവും ചുരുക്കി എനിക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത്, ഇന്ന് നിങ്ങൾ ആരുടെ നാമധേയത്തിലാണോ ഈ സ്കോളർഷിപ്പ് വാങ്ങിക്കാൻ പോകുന്നത് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വച്ച ഒരു വാചകത്തിലൂടെയാണ്. CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഞങ്ങളുടെ എക്കാലത്തെയും ദീർഘദൃഷ്ടിയുള്ള ഒരു നേതാവ്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന പദത്തിൽ ഒരുപാട് കാലം കൂടിയിരുന്നൊരു നേതാവ്, അതിലും അപ്പുറത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ചൊരു നേതാവ്. ആ നേതാവ് ഞങ്ങൾ MSFകാരോട് നിരന്തരമായി അന്നേ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. വളരെ എളുപ്പമുള്ളൊരു വാചകമാണ്: പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. അതിൽ ഭയങ്കര മാന്ത്രികതയൊന്നും ഒളിഞ്ഞിരിക്കുന്നില്ല. അത് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ലേന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ CHന്റെ വിശദീകരിക്കണം. അല്ലെങ്കിൽ നമുക്കത് ആവർത്തിച്ചു വരുന്ന ഒരേ വാക്കാണ്. പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. അത് ആവർത്തിച്ചു വരുന്ന ഒരേ വാക്കാണ്. പക്ഷെ CHന് അത് ആവർത്തിച്ചു വരുന്ന ഒരേ വാക്കല്ല, ആവർത്തിക്കാത്ത ഒരുപാട് അർത്ഥങ്ങളാണ്. ഒന്ന്, വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം നിങ്ങളുടെ പാഠപുസ്തകങ്ങളെ പഠിക്കുക എന്നതാണ്. നിങ്ങൾ ഈ കാലത്തുള്ള ഒരേ ഒരു ഉത്തരവാദിത്വം പഠിക്കുക എന്നതാണ്. അത് നിങ്ങൾ നിർവഹിക്കുക. രണ്ടാമതായിക്കൊണ്ട് പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ തല ഉയർത്തിക്കൊണ്ട് കണ്ണുയർത്തിക്കൊണ്ട് നിങ്ങൾ വീണ്ടും പഠിക്കുക. ആ പഠനം ചുറ്റിലുള്ളതിനെ പഠിക്കാനാണ്. ചുറ്റിലും എന്താണുള്ളത്? ചുറ്റിലുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കളാണ്, നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ സമൂഹമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ആ പഠിത്തത്തില് ചരിത്രമുണ്ട്, ആ പഠിത്തത്തിൽ ഈ വരാൻ പോകുന്ന ഭാവിയുണ്ട്, ആ പഠിത്തത്തിൽ ഇമോഷൻസ് ഉണ്ട്, വികാരങ്ങളുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കൂടി വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കുക. അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കുക. വികാരങ്ങളെ കുറിച്ച് നിങ്ങൾ നല്ല ബോധ്യമുള്ളവരാവുക. കരച്ചിൽ വരുമ്പോൾ കരയാനും, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കാനും, വേദനയുള്ള ഒരു മനുഷ്യനെ സമാശ്വസിപ്പിക്കാനും, വേദനയുള്ള ഒരാളുടെ വേദന എന്റേത് കൂടിയാണ് എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ മനുഷ്യത്വം വളരാനും നിങ്ങൾ പഠിക്കുക. അത് സമൂഹത്തെ പഠിക്കലാണ്, നിങ്ങളുടെ രക്ഷിതാക്കളെ പഠിക്കലാണ്, അവരുടെ അധ്വാനത്തെ പഠിക്കലാണ്. ആ പഠിത്തത്തിനാ അവരോട് നന്ദി കാണിക്കാൻ കൂടിയാണ്, ചുറ്റിലുള്ള മനുഷ്യരോട് കൈൻഡ് ആയിരിക്കാൻ കൂടിയാണ്. അങ്ങനെ എത്രത്തോളം നിങ്ങൾ കൈൻഡ് ആയിരിക്കുന്നു അത്രത്തോളം നിങ്ങൾ വളരുകയാണ് ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ തല താഴ്ത്തിയിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു വളർച്ച അതാണ്. ഫോണിൽ നിന്ന്, പുസ്തകത്തിൽ നിന്ന് കണ്ണുയർത്താൻ സമയമില്ലാത്തവരെക്കാൾ കൂടുതൽ ഈ വികാരങ്ങളെ അറിയാവുന്നവർക്ക് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അത് നിർബന്ധമായി നിങ്ങൾ പഠിക്കുക. മൂന്നാമതായി CH വീണ്ടും പറയുന്നു, നിങ്ങൾ പഠിക്കുക. താഴെ നിന്ന് മേലേക്ക് നോക്കി, താഴെത്തും പഠിച്ചു, മേലെത്തും പഠിച്ചു, ചുറ്റിലുള്ളതിനെയും പഠിച്ചു. ഇനി ഞാൻ എന്താണ് പഠിക്കേണ്ടത്? അതിന് ഈ 10-40 വർഷം മുൻപ് CH പറഞ്ഞൊരു മറുപടി, നിങ്ങൾ ഇംഗ്ലീഷിലുള്ള പത്രങ്ങളൊക്കെ വായിച്ചു പഠിക്കുക എന്നുള്ളതാണ്. ആ കാലത്തിൽ നിന്ന് ഈ കാലത്തിലേക്ക് നമ്മൾ ആ വാക്കിനെ മാറ്റി പ്ലേസ് ചെയ്യണം. അത് പുറം ലോകങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാൻ ഒരേ ഒരു മാർഗം, വാതിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള പത്രങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഓത്തന്റിക് ആയിട്ട് ന്യൂസ് കിട്ടുന്ന ഒരിടം ഇംഗ്ലീഷിലുള്ള പത്രങ്ങളാണ്. അവിടെ നിന്ന് മാറിക്കൊണ്ട് ഇന്നാവുമ്പോൾ നിങ്ങൾ ഈ ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളെ കുറിച്ചും അറിയണമെന്നാണ് പറയുന്നത്. ഗാസയിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയണം. US-ലും ഇറാനിലും നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം. US ഇന്ത്യക്കും ചൈനക്കും നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ജപ്പാനിൽ ആ സുനാമി വരാൻ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഇറാനിലെ യുദ്ധം അവസാനിച്ചോ, അത് ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുമോ എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഇതൊക്കെ ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടെന്താ? ഈ പറഞ്ഞ പോലെ ഗൾഫിനൊരു ആന ചരിഞ്ഞാൽ എനിക്കെന്താ എന്ന് കോമൺ സെൻസ് ഇല്ലാത്തൊരു മനുഷ്യന് ചോദിക്കാം. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചോദിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ പോലെ ഗസയിൽ യുദ്ധം നടന്നാൽ മതി, ഇറാന് ഒരു ബോംബ് ഈ പറഞ്ഞ പോലെ ഖത്തറിലേക്ക് കൊണ്ടുവന്നിടാൻ തീരുമാനിച്ചാൽ മതി. ഇന്ന് ഈ പരിപാടി നടത്തുന്നത് പോലും അങ്ങ് UAE-യിലുള്ള മനുഷ്യരുടെ പണം കൊണ്ടാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ എത്താൻ പോകുന്ന മൊമെന്റോയും സ്കോളർഷിപ്പും അങ്ങ് UAE-യിലിരിക്കുന്ന എന്റെ തൊട്ടിരിക്കുന്ന മനുഷ്യരുടെ അധ്വാനത്തിന്റെയും വേർപ്പിന്റെയും ഫലമാണ്. ലേശ സ്ഥലം അറിയുന്നു, സൗദി അന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു. ശരിയാണ്, വേർപ്പിന് വിലയുണ്ട്.
ഞാൻ ക്ഷമ ചോദിക്കും. അഥവാ വിദേശത്ത് നിന്നുള്ള പണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ IAS-ലേക്കോ IPS-ലേക്കോ ഡോക്ടറിലേക്കോ ഒക്കെ നടന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ തരുന്നത് വിദേശത്ത് നിന്നുള്ള ഒരു പണമാണ്. എവിടെയെങ്കിലും ഒരു യുദ്ധം സംഭവിച്ചാൽ മതി, അത് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാട്ടിലെയും എന്തിന് മണ്ണാർക്കാട് അങ്ങാടിയിലെ പോലും സാമ്പത്തിക സന്തുലിതാവസ്ഥയെ ബാധിക്കും. സാമ്പത്തികമായി മാത്രമല്ല, അത് വൈകാരികമായും ബാധിക്കും. അത് ഇവിടുത്തെ സാമൂഹിക അവസ്ഥകളെ ബാധിക്കും. ഗൾഫിലേക്ക് വന്നാൽ മാത്രമല്ല, ഞാൻ പറയുന്ന ലോകത്തുള്ള ഏത് മാറ്റങ്ങളും നിങ്ങളെ സ്വാധീനിക്കും. അത് പണത്തിന്റെ കാര്യത്തിൽ സ്വാധീനിക്കുമെന്ന് മാത്രം വിചാരിച്ചിരിക്കേണ്ട. ചരിത്രം പഠിക്കാൻ അതിന്റെ കൂടെ പറയുന്നുണ്ട്. ഈ ചരിത്രം പഠിക്കുന്ന എന്തിനാണെന്നറിയോ? ടൈം ലൈൻ ഉണ്ടായി SS-ൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം നാസി ജർമ്മനിയിൽ എന്താ സംഭവിച്ചത്? ഹിറ്റ്ലർക്കോ അല്ലെങ്കിൽ മുസോളിനിക്കോ ഫാസിസത്തിനോ എന്താണ് സംഭവിച്ചത് നിങ്ങൾ പഠിക്കുന്നത് പറഞ്ഞ പോലെ പരീക്ഷ എഴുതി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ചയായിട്ട് ഉണ്ടാവാനാ. എന്താണ് ആ ഉൾക്കാഴ്ച? ചരിത്രം നിങ്ങൾക്ക് തരുന്ന ഉൾക്കാഴ്ച എന്താണെന്നോ? ഇറ്റലിയിൽ ഫാസിസം അവസാനിച്ചെങ്കിൽ, ജർമ്മനിയിൽ നാസിസം അവസാനിച്ചെങ്കിൽ, ക്രൂരരായ ഭരണാധികാരികൾ എവിടെയുണ്ടോ അതോടുകൂടി ഞങ്ങളുടെ രാജ്യം തകർന്നുവെന്ന് വിലപിക്കുകയല്ല അതിന്റെ മാർഗം. പകരം ക്രൂരരായ ഏതൊരു ഭരണാധികാരിക്കും ഒരു അന്ത്യമുണ്ട് എന്നൊരാശ്വാസമാണത്. എന്തിനാ ചരിത്രം പഠിക്കുന്നേ? നിങ്ങളെ ഏതു തരത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിലും അതിനെയും അതിജീവിച്ചാണ് ലോകം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നൊരു ഇൻസൈറ്റ് ഉണ്ടാവാനാ, ആത്മവിശ്വാസം ഉണ്ടാവാനാ ചരിത്രം പഠിക്കേണ്ടത്. ലോകത്തെക്കുറിച്ച് പഠിക്കേണ്ടത്, രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം എളുപ്പമാവാനാ. ടെക്നോളജി കൊണ്ട് മാത്രം എളുപ്പമാവുന്നതല്ല ജീവിതം. അതൊരു ഇമോഷണലി നമുക്കൊരു ബാലൻസ് ഉണ്ടാക്കാൻ കൂടി വേണ്ടിയാണ്, പ്രതീക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ മതത്തെക്കുറിച്ച് പഠിക്കാൻ പറയും, അല്ലെങ്കിൽ വിശ്വാസങ്ങളെ കുറിച്ച് പഠിക്കാൻ പറയും. ആ വിശ്വാസം എന്തിനാണ്? അതൊരു ധാർമ്മികത പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള മൊറാലിറ്റി ഒരു മനുഷ്യന് ഉണ്ടാവണം എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെയുള്ളൊരു മനുഷ്യന് ഇതൊന്നും അല്ലാത്തൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉണ്ടായ ഒരു വലിയ വാർത്തയാണ്. എഡിസൺ എന്നോ മറ്റോ പേരായ ഒരു IT ജോലിക്കാരനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ മുറിയിൽ നിന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡീപ് വെബിൽ വലിയ ലഹരി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന കണ്ടെത്തൽ അവനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത് വലിയ ചർച്ച കേരളത്തിൽ ഉണ്ടാക്കി. ഇക്കണ്ട എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഇന്റർനെറ്റിന്റെ ഉള്ളറകളിലേക്ക് എത്തിച്ചേർന്നിട്ടും നിങ്ങൾ അത് ലഹരി വ്യാപനത്തിനും ലഹരി കച്ചവടത്തിനുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ എന്ത് മെച്ചമാണ് നിങ്ങൾക്കോ നിങ്ങളുടെ സമൂഹത്തിനോ നിങ്ങളുടെ സമുദായത്തിനോ നിങ്ങളെ കൊണ്ടുണ്ടാവുന്നത്? ധാർമ്മികത ഉണ്ടായിരിക്കണം. അതാണ് CH വീണ്ടും പറഞ്ഞ പഠിക്കൽ. അപ്പൊ ഈ പഠിക്കാറുള്ളത് ഒരൊറ്റ പഠിത്തല്ല, അത് വിവിധങ്ങളായ പഠനമാണ്. ആ പഠനം ഇനിയുള്ള കാലത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ പഠനം സർവാത്മക എല്ലായിടത്തേക്കും പരന്നു കിടക്കുന്ന ഒരു പഠനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുള്ള ഈ പറഞ്ഞ അവസാനത്തെ 3 പോയിന്റുകളിലേക്ക് ഞാൻ എൻ്റെ സംസാരത്തെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ ചുരുക്കുകയാണ്. അതിനു വേണ്ടി നിങ്ങൾ എക്യുപ്ഡ് ആവണം. പഠിക്കുക എന്ന് പറഞ്ഞ ഒരു ആശയത്തെ മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് കാര്യമില്ല. അത് നിങ്ങൾ എക്യുപ്ഡ് ആവണം. എങ്ങനെ എക്യുപ്ഡ് ആവണം എന്നറിയോ? അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് പഠിച്ചൊരു മനുഷ്യനാവണം. ചുറ്റുള്ള ലോകത്തെക്കുറിച്ച് ധാരണയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യനായിട്ട് എക്യുപ്ഡ് ആവണം. അതിനാണ് ഞങ്ങളെപ്പോഴും പറയുക വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമാവണമെന്ന്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി തീർന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏറ്റവും നല്ലൊരു സൗഹൃദത്തെ കിട്ടിയത്. ഞങ്ങളെല്ലാവരും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏറ്റവും നല്ല ട്രൈബിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ, നമുക്ക് ഏറ്റവും നല്ല കൂട്ടുകെട്ടിനെ, നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകെട്ടിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഗതിയെ തന്നെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അഥവാ നിങ്ങൾ ഇതൊക്കെയുള്ള കുട്ടികളാണ്, നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടികളാവും. ആ സാധനം ഞങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതിൽ ഏറ്റവും മികച്ച മനുഷ്യരാണ് കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. രണ്ടാമതായിക്കൊണ്ട് നിങ്ങൾ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ധാരണയുള്ള കുട്ടികളാവുക. ഈ പറഞ്ഞ പോലെ യുദ്ധം മാത്രമല്ല, ഈ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന യുദ്ധങ്ങളെ പൊതുവെ യുദ്ധം എന്ന് പറയാറില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു നാടിനെ കുറിച്ച് ബോധം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പോകുന്ന ഒരു പ്രശ്നം അതാണ്. നമ്മുടെ രാജ്യങ്ങളിൽ ഉള്ളിലുണ്ടാവുന്ന യുദ്ധങ്ങളെ പൊതുവെ കലാപം എന്നൊക്കെ പറയാറുള്ളൂ. എത്ര പോലും അതിനൊരു കലാപം എന്ന പേരിട്ടേ വിളിക്കാറുള്ളൂ. പക്ഷെ നമ്മളൊരു രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു മിനിമം ബോധമുള്ള മനുഷ്യരാവണം നമ്മൾ. ബോംബ് വീണ് മാത്രമല്ല മനുഷ്യന്മാർ മരിക്കുക. പശു ഇറച്ചി തിന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ എത്ര മനുഷ്യന്മാരെ എപ്പോഴും ചവിട്ടിക്കൊല്ലുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഒരു ദളിതനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ഒരു കുതിരപ്പുറത്ത് കയറിയതിന്റെ പേരിൽ മാത്രം അയാളെ വെട്ടിക്കൊന്നത് നിങ്ങൾ അറിഞ്ഞു, ചവിട്ടിക്കൊന്നത് നിങ്ങൾ അറിഞ്ഞു.
മാംഗ്ലൂർ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടപ്പുറമുള്ള ഒരു പ്രദേശത്ത് മലയാളിയായ ഒരു ചെറുപ്പക്കാരനെ ഇപ്പൊ കഴിഞ്ഞ പഗൽഹാം ഇൻസിഡന്റിന്റെ ശേഷം അയാള് പിന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളിയായ ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം അതിക്രമിച്ച് കൊലപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അയാൾക്ക് പാകിസ്ഥാൻ എന്താണോ അല്ലെങ്കിൽ ഇവിടെ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ടോ എന്നുപോലും അറിയാത്തൊരു ചെറുപ്പക്കാരനെ, ഇവിടെ നിന്നൊന്നും അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ, ഇവിടെ യുദ്ധം നടക്കുന്നുണ്ടെന്നോ പാകിസ്ഥാനും ഇന്ത്യയും വലിയ ശത്രു രാജ്യങ്ങളാണോ എന്നുപോലും അറിയാത്ത സാധാരണക്കാരനായ ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ മാസമാണ് ആൾക്കൂട്ടം കൂടി കൊന്നത്. ഞാൻ പറഞ്ഞത് ബോംബ് വീണാൽ മാത്രമേ മനുഷ്യർ മരിക്കുന്നൊന്നുമില്ല. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പോലും മനുഷ്യർ മരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ ഗൗരി ലങ്കേഷ് എന്ന പേര് കേട്ടു കാണുമല്ലോ. ഈ രാജ്യത്തെ ഭരണാധികാരിയായ, ഈ രാജ്യത്തെ ഇത്തരത്തിലുള്ള വംശഹത്യകൾക്ക് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾക്കെതിരെ സത്യം വിളിച്ചു പറഞ്ഞതിന്, നരേന്ദ്രമോദിക്കെതിരെ, അമിത്ഷാക്കെതിരെ ഒക്കെ സത്യം വിളിച്ചു പറഞ്ഞതിന്, പത്രത്തിൽ എഴുതിയതിന് കൊല്ലപ്പെട്ട മനുഷ്യരുടെ പേരുകളിലൊന്നാണ് ഗൗരി ലങ്കേഷ് എന്നും ഗോവിന്ദ പൻസാര എന്നും കൽബുർഗി എന്നും ഒക്കെ. എന്ന് വെച്ചാൽ ഇവര് പത്രത്തിൽ എഴുതിയാൽ മതി, അഭിപ്രായം പറഞ്ഞാൽ മതി, പിറ്റേ ദിവസം വാതിൽ തുറക്കുമ്പോൾ വെടിവെച്ച് കൊല്ലാൻ ഇഷ്ടംപോലെ മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഈ അഭിപ്രായം പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിന്ന്, നിങ്ങളുടെ ഇടത്ത് നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കാൻ വരെ ആളുകൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, ഇവിടെ മതിയായ ചികിത്സാ ഉപകരണങ്ങളില്ല, പുറത്തു നിന്ന് ആളുകൾ രോഗികളോട് ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങി വന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതികേടൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞത്. ആ മനുഷ്യൻ സത്യസന്ധമായ ഒരു ആരോപണമാണ് പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ആ മനുഷ്യന്റെ പോലും ജോലി തെറിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകൻ ഇവിടെ നടക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന ഒരു മാറ്റത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞതിന് അയാളെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കേരളത്തിൽ. അഥവാ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിന്റെ പേരിൽ നിങ്ങൾ സെൻസർ ചെയ്യപ്പെടുകയും തൊഴിലിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ വെടിയുതിർത്തോ അല്ലെങ്കിൽ ചവിട്ടിക്കൊന്നോ ഇതുപോലെ ആൾക്കൂട്ടം കൊല ചെയ്യാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നൊരു കാലത്ത് ഇതൊന്നും അറിയാതെ നമുക്കൊരു അതിജീവനം സാധ്യമല്ല. ഇതൊന്നും അറിയാതെ അഭിപ്രായം പറയാൻ പോയ ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് ഇവിടെയുള്ള പെൺകുട്ടികളോട് ഞാൻ പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾ, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന എന്റെ സുഹൃത്തുക്കളായ പല പെൺകുട്ടികളും നിങ്ങൾക്കറിയോ ഇപ്പോഴും ബുള്ളി ബായ്, അതുപോലെ തന്നെ സുള്ളി ഡീൽസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന മനുഷ്യരായി മാറിയിട്ടുണ്ട്. എങ്ങനെ വിൽപ്പനക്ക്? ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫാത്തിമാന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനിൽ ഒരു പെൺകുട്ടീനെ വിൽക്കാൻ വെച്ചിരിക്കുക, ആൾക്കാർക്ക് വന്ന് വാങ്ങിക്കൊണ്ടു പോവാമെന്ന രൂപത്തിൽ. എന്തിനാ ഫാത്തിമാനെ വിൽക്കാൻ വെച്ചിരുന്നതെന്ന് അറിയോ? ഇവിടെ CA NRC സമരം എന്ന് പറയുന്ന വലിയൊരു സമരം ഉണ്ടായിരുന്നു. ആ സമരകാലത്ത് JNUവിലും മറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ചിരുന്ന, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിരുന്ന, നിങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലെ കോളേജുകളിൽ പഠിച്ചിരുന്ന പല കുട്ടികളും സമരത്തിനിറങ്ങി. ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഒരു നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിനിറങ്ങി. അങ്ങനെ സമരത്തിനിറങ്ങിയ കുട്ടികളെ ഇവർ ജയിലിൽ കൊണ്ടിടാൻ നോക്കി. സഫൂറ സർക്കാർ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾ ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ നിന്നും ഇവർ ഇതേ മുദ്രാവാക്യം വിളിക്കുന്നു. ഇവർ ഏത് വിധേനയും തകർക്കാൻ സാധിക്കില്ല. ഇവർ ഉന്നതമായ ജനാധിപത്യ ബോധവും മതേതര ബോധവുമുള്ള മനുഷ്യരാണ്, കുട്ടികളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇമോഷണലി ഇവരെ പുൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ പറഞ്ഞ മനുഷ്യര് കണ്ടെത്തിയ, അല്ലെങ്കിൽ ക്രൂരരായ മനുഷ്യര് കണ്ടെത്തിയ, അല്ലെങ്കിൽ ഭരണകൂടം സ്പോൺസർ ചെയ്തൊരു പരിപാടിയാണ് ഈ സുള്ളി ബൈ ബുള്ളി ഡീൽസ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ. ഇവരെ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു എന്നൊക്കെ കണ്ട ഇവർ അപമാനിതരായി പിരിന്തിരിഞ്ഞു പോവല്ലോ. പഠിക്കാൻ പോകുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഈ രാജ്യത്ത് നിന്നല്ല ലോകത്ത് എവിടെ എടുത്തും ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. പഠിക്കാൻ പോകുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഏത് ഇടത്തേക്കാണ് പോകുന്നത്. ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ നാടിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവും പരമായിട്ടുള്ള സാഹചര്യം എന്താണ്? ഏത് തരത്തിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്? ഏത് തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്വന്തത്തിൽ വലിയ തീർച്ചകളുള്ള ആളുകളായി തീരേണ്ടത്? അതിന് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജാതിയിൽ, നിങ്ങളുടെ മതത്തിൽ, നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ, ഇതിനൊക്കെ ഉപരിയായിക്കൊണ്ട് നിങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുള്ള കുട്ടികളല്ല എങ്കിൽ, കൃത്യമായ നിലപാടുള്ളവരല്ല എങ്കിൽ, അഭിപ്രായം പറയാൻ ശേഷിയുള്ളവരല്ല എങ്കിൽ നിങ്ങൾ പുറന്തള്ളപ്പെട്ടു പോകുന്ന കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയുക, നിങ്ങൾ നിങ്ങളുടെ സമുദായത്തെയും സമൂഹത്തെയും കുറിച്ച് അറിയുക, നിങ്ങൾ നിങ്ങളുടെ നാടിനെ കുറിച്ച് അറിയുക, നിങ്ങളുടെ അഭിമാനത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാവുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ CHും CD സാഹിബും ഒക്കെ കാണിച്ചു തന്ന പാതയിലൂടെ, ബഹുമാനപ്പെട്ട തങ്ങന്മാർ നിരന്തരമായി നമുക്ക് കാണിച്ചു തരുന്ന പാതയിലൂടെയൊക്കെ മെന്റർ ചെയ്യാൻ നമുക്ക് ആളുകൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും നന്നായി സർവൈവ് ചെയ്യുന്ന, ഏറ്റവും നന്നായി എക്സൽ ചെയ്യുന്ന, ഈ നാടിന്റെ അഭിമാനമാവുന്ന കുട്ടികളായിക്കൊണ്ട് നിങ്ങളൊക്കെ മാറട്ടെ. നല്ല ഹ്യൂമൺ ഇമോഷൻ ഉള്ള, ഏത് മെഷീൻ വന്നാലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഹ്യൂമാനിറ്റി ഉള്ള, മനുഷ്യത്വമുള്ള, നല്ല അനുഭവങ്ങളുള്ള കുട്ടികളായിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്.